സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയോ അസ്ഥികൾക്ക് ദ്രവ്യത്വം. സദൃശവാക്യം 14-30 വാക്യം. അസൂയയുടെ വിപരീതമാണ് ആഘോഷം എന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരത്തിലുള്ള യഥാർത്ഥ സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്നു. അസൂയ നമ്മെ എളുപ്പത്തിൽ വീഴ്ത്തുന്ന ഒരു കെണിയാണ്. അത് നമ്മെ അഗാധമായ മുറിവുകൾ, ഭയം എന്നിവയെ പരിപോഷിപ്പിക്കുന്നു. നാം അവരെപ്പോലെ ആയിത്തീർന്നില്ലെങ്കിൽ നാം ഇത്ര ബുദ്ധിമുട്ടുകളിലായിരുന്നു, നാം മോശക്കാരനെന്ന് തോന്നുകയില്ലായിരുന്നു എന്നൊക്കെ അത് നമ്മോട് മന്ത്രിക്കും. അസൂയ നമ്മോട് പറയുന്ന നുണകളിൽ നിന്ന് നമ്മെ തന്നെ മോചിപ്പിക്കുവാനും ഒരേ ഒരു മാർഗം 1 പത്രോസ് 2 പുതിയ വിശ്വാസികളെ പത്രോസ് ഓർപ്പിച്ച പോലെ വചനസത്യങ്ങൾ ആഴത്തിൽ വേരൂന്നുക എന്നതാണ്. വചനം പറയുന്ന നാം ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കുക. നമ്മുടെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ ഉറവിടം ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. കർത്താവ് ദയാലു എന്ന് ആസ്വദിക്കുക എന്നൊക്കെയാണ്. നാം യഥാർത്ഥത്തിൽ ആരെന്ന് ഓർക്കുമ്പോൾ നമുക്ക് അന്യോന്യം താരതമ്യം ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവില്ല. നാം അന്ധകാരത്തിൽ തന്നെ അത്ഭുത പ്രകാശം നമ്മെ വിളിച്ചവന് സൽക്കൊണ്ട് ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജിക പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. താരതമ്യരഹിതമായ സന്തോഷത്തിൻ്റെ ഏത് ഉദാഹരണമാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചത്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് ഓർക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിൽ എങ്ങനെ മോചിപ്പിക്കും? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, നീയാണ് എല്ലാം നമ്മുടെ ഉറവിടം. അസൂയയുടെ നുണകൾ ഉപേക്ഷിപ്പാൻ എന്നെ സഹായിക്കൂ. അവ എൻ്റെ സന്തോഷത്തെ വലിച്ചെടുക്കുകയും അസ്ഥികളെ ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് പകരം നിൻ്റെ രാജ്യത്തിൻ്റെ ജീവിതത്തിലെ എണ്ണമറ്റ ദാനങ്ങൾ ആഘോഷിപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. താങ്ക് ഗോഡ്. ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.